Sponsored by സിന്ധു ഫാർമസി ബദാം ലേഹ്യം. ആരോഗ്യമുള്ള ജീവിതത്തിന് ആയുർവേദത്തിന്റെ പരിരക്ഷ. Co-sponsored by മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. നമസ്കാരം. ബദാം ലേഹ്യം പാട്ടിന്റെ തീരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ ഒരു കൊച്ചു പാട്ടുകാരിയാണ്. കൊച്ചു പാട്ടുകാരി എന്തായാലും നമുക്ക് പരിചയപ്പെടാം അല്ലേ? പേരെന്താ മോളെ? മാളവിക. മാളവിക. എത്രയിലാ പഠിക്കുന്നത്? 9th. എവിടുന്ന് വരുന്നു? കൊടുങ്ങല്ലൂര്. അപ്പോൾ പാട്ടിനെ കുറിച്ചിട്ട് പറയൂ. എന്താ പാട്ട് പഠിക്കുന്നുണ്ടോ? എവിടെയാ പഠിക്കുന്നത്? സോപാനം, കൊടുങ്ങല്ലൂർ തന്നെയാണ്. മോള് ഏത് സ്കൂളിലാണ് പഠിക്കണേ? ശാന്തിനികേതൻ. പണ്ട് ശാന്തിനികേതൻ എന്നുള്ള പേര് എവിടെയാന്ന് തുടക്കം എന്നറിയാവോ? ശാന്തിനികേതൻ ഏത്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ അല്ലേ? മോൾക്ക് എങ്ങനെയുണ്ട്? പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? പഠിത്തം നന്നായിട്ട് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ഇപ്പോൾ 9th അല്ലേ? ഓക്കെ. പാട്ട് സ്കൂളിലൊക്കെ പാട്ടൊക്കെ പാടാറുണ്ടോ? ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ എല്ലാം ഉണ്ട്. ആണോ? മാപ്പിളപ്പാട്ട് എല്ലാത്തിനും ചേരുവോ? മാപ്പിളപ്പാട്ടിന് ഇടയ്ക്ക് ചേരാറുള്ളൂ. ഓക്കെ. ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ, കർണാട്ടിക്, പിന്നെ ഗ്രൂപ്പ് സോങ്, ദേശഭക്തി ഗാനം. ദേശഭക്തി ഗാനം ഇത്രയില്ലേ സ്ഥിരമുള്ള ഈ പാട്ടുകാരുടെ സ്ഥിരം കോമ്പിനേഷനാണ് ഇത്രയും. പിന്നെ ഇനിയിപ്പോ തിരുവാതിര അതിലൊക്കെ പാടാൻ തിരുവാതിരയൊക്കെ ഡാൻസ് ചെയ്യാറുണ്ട്, പാടാറുണ്ട്. ഓക്കെ. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അനിയൻ, ഞാൻ. ഓക്കെ. അനിയൻ എന്ത് ചെയ്യണു? അനിയൻ 1ൽ പഠിക്കുന്നു. നല്ല രസമായിരിക്കും വീട്ടിലല്ലേ? സ്കൂളിലാണോ? അതെ. ഓക്കെ. രണ്ടുപേരുടെ ഇടയ്ക്കേ ഉള്ളൂ, എപ്പോഴൊന്നുമില്ല. ആദ്യമായിട്ട് ഒരാളിങ്ങനെ പറയുന്നത് എപ്പോഴും നല്ല പിടുത്തെന്നാ പറയാറുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചേച്ചിമാരുടെ വഴക്കാണ് എല്ലാം. പാട്ടൊക്കെ അനിയൻ പാട്ട് പാടാറുണ്ടോ? അനിയൻ ഇപ്പൊ ചേർത്തിട്ടുണ്ട്. ആണോ? ഒരുമിച്ചാണോ പാട്ട് പഠിക്കാൻ പോകുന്നത്? ഓക്കെ. എങ്ങനെ ചേച്ചീനെ പാട്ടിലൊക്കെ എങ്ങനെയാ? ശരിയില്ല എന്നൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ഇടയ്ക്ക് പറയാറുണ്ട്. എനിക്ക് കിട്ടാത്തതൊക്കെ പാട്ട് ക്ലാസ്സിൽ നിന്ന് അവനാണ് ഓർമ്മിച്ച് പറഞ്ഞുതരാം. അപ്പൊ നല്ല കഴിവുണ്ട്. അപ്പൊ ഇപ്പൊ ചേർത്തിട്ടുണ്ടല്ലേ? ഇപ്പൊ ചേർത്തിട്ടുണ്ട്. ഓക്കെ. നമുക്കൊന്ന് പാട്ട് പാടാം. നമുക്ക് എന്തായാലും എന്താ ഒരു പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് കൂടുതൽ വിശേഷത്തിലേക്ക് കിടക്കാം. മോള് തന്നെ കുറേ പേരുകൾ വിട്ടിട്ടുണ്ട്. നമുക്ക് ഒരാളെ സെലക്ട് ചെയ്തിട്ട് മോളെ ഇത് പാട്ടാ പാടണ്ടെന്ന് ചോദിക്കാം അവരോട്. എന്താ? അപ്പൊ ചേച്ചി ഒരു പാട്ട് നോക്കാം. ഗായത്രി. ആരാണ് ഗായത്രി? ഗായത്രി എൻ്റെ അച്ഛൻ്റെ ഒപ്പം വർക്ക് ചെയ്യണ ഒരു ഡോക്ടറാണ്. അവിടെ കൊടുങ്ങല്ലൂർ തന്നെയാണ്. പാടുവോ ചേച്ചി? ഹിന്ദി സോങ്സ് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. എന്നെ കൊണ്ട് കുറെ പാടിപ്പിക്കാറുണ്ട് ആള്. അപ്പൊ ഏറ്റവും ആപ്റ്റായ സോങ് തന്നെ സെലക്ട് ചെയ്തിട്ടായിരിക്കും അല്ലേ? എന്തായാലും ലൈനിലുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് സംസാരിക്കാം. ഹലോ, നമസ്കാരം. ബദാം ലേഹ്യം പാട്ടിന്റെ തീരത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ ഗായത്രി അല്ലേ? ഡോക്ടർ, എൻ്റെ പേര് ബിനു. ഞങ്ങൾ പാട്ടിന്റെ തീരത്ത് നിന്ന് വിളിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ കൂടെ ഒരു കൊച്ചു പാട്ടുകാരിയുണ്ട്, മാളവിക. അപ്പോൾ ഡോക്ടറെ പേര് ഇവിടെ തന്നിരുന്നു. അപ്പൊ ഡോക്ടറെ വിളിച്ചാൽ ഒരു നല്ല പാട്ട് പാടിക്കാം എന്ന് പറഞ്ഞു, സജസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. കൂടുതലും ഹിന്ദി സോങ്സ് ആണ് ഡോക്ടർ പറയാനും ആദ്യം പറഞ്ഞിരുന്നത് അല്ലേ? കൂടുതൽ ഡോക്ടർ കേൾക്കാൻ ഇഷ്ടം ഹിന്ദി സോങ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടിക്കണേ? ഹിന്ദിയാണോ, മലയാളമാണോ, തമിഴാണോ? ബഹുത് പ്യാർ കർത്തെ സാജനിലെ ഹിന്ദി സോങ് തന്നെ സജസ്റ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ നമുക്ക് ആ പാട്ട് പഠിക്കാം. എന്തോ സ്പീച്ച് ക്ലാരിറ്റി കുറവുണ്ട് ഡോക്ടർ, അതുകൊണ്ടാണ് നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യാണ്. അപ്പോൾ വളരെ സന്തോഷം. നമുക്ക് ഈ പാട്ട് മാളവി കൊണ്ട് പാടിക്കാം. എന്താ? ഓക്കെ. താങ്ക് യു ഡോക്ടർ. സാജൻ. നദീം ശ്രവന്റെ അറിയാവോ? ഒരു മ്യൂസിക് ഡയറക്ടർ അറിയാവോ? നദീം ശ്രവൺ ആണ് മ്യൂസിക് ഡയറക്ഷൻ. പാടിയ ആരാണെന്ന് അറിയാവോ? ആരാണ്? അയ്യോ, ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്കുള്ള വൈവയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അയ്യോ, പേടിക്കൊന്നും വേണ്ട. നദീം ശ്രവൺ ആണ് സംഗീത സംവിധാനം. ആ കാലത്ത് ഒരുപക്ഷെ നദീം ശ്രവൺ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ആഷിക്ക് കഴിഞ്ഞപ്പോൾ ഏറ്റവും സോട്ട് ആഫ്റ്റർ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിരുന്നു ഇവർ രണ്ടുപേരും.
നദീം ആൻഡ് ശ്രവൺ. ആ സമയത്ത് തന്നെ ഇറങ്ങിയതാണ്, 90s തുടക്കത്തിലാണെന്ന് തോന്നുന്നു ഇറങ്ങിയത്. സാജൻ. അനുരാധ പോഡ്വാൾ ആണ് പാടിയത്. അനുരാധ പോഡ്വാൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. SP ബാലസുബ്രഹ്മണ്യം പാടിയിട്ടുണ്ട്. പക്ഷെ ഇവര് രണ്ടുപേരുടെ അനുരാധ പോഡ്വാളിന്റെ ആ സമയത്ത് നദീം ശ്രവൺ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാട്ടുകാരിയാണ്. പ്രത്യേകിച്ച് ആഷിക്കി ഫസ്റ്റ്, ആഷിക്കി 2ന്റെ കാര്യമല്ലോ പറഞ്ഞു, ആഷിക്കി 1 ഇന്നത്തെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? ആഷിക്കിയിലെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അത് കുറച്ച് എല്ലാവരും മനസ്സിൽ. അതെ അതെ, ആഷിക്ക് പുതിയ ജനറേഷൻ ആഷിക്ക് 2 അറിയത്തുള്ളൂ. ഞങ്ങളെ പോലുള്ള ഓൾഡ് ജനറേഷൻ ആഷിക്ക് 1 ആണ് ഞങ്ങൾക്ക് ആഷിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല പാട്ടുകളായിരുന്നു, എപ്പോഴെല്ലാം കേട്ടു നോക്കുക. അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ഒരു നല്ല മെലഡിയാണ്. നദീം ശ്രവന്റെ പാട്ടുകളിലെല്ലാം നല്ല മെലഡി നിറഞ്ഞ പാട്ടുകളാണ്. കുമാർ സാനു, അനുരാധ പോഡ്വാൾ ഇവരായിരുന്നു ആ കോമ്പിനേഷൻ, ഇവരുടെ സ്ഥിരം കോമ്പിനേഷൻ ആയിരുന്നു. എന്തായാലും നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. കഥ പറഞ്ഞു അവനങ്ങ് പോയി. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. മോള് ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ.
വളരെ നന്നായിട്ട് പാടി കേട്ടോ പാട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു സൗണ്ട് നല്ല മെച്ചുവേർഡ് സൗണ്ട് ആണ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്ലാസിക്കൽ കൂടുതൽ പഠിക്കുന്നുണ്ടായിരിക്കും. വോയിസിനകത്ത് ക്ലാസിക്കലിന്റെ ടച്ച് ഒക്കെ വരുന്നുണ്ട്, മെലഡിക്കകത്ത് ക്ലാസിക്കൽ വരരുതെന്നാണ് വെപ്പ്. അപ്പോൾ അതും കൂടെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ നോക്കണം. അത് നാച്ചുറലി വന്നുള്ളൂ, കുറച്ച് നല്ല ഗൈഡൻസും ഒക്കെ വരുമ്പോഴത്തേക്ക് നാച്ചുറലി വരും. പാട്ട് എവിടെ പഠിക്കണമെന്ന് പറഞ്ഞ്? സോപാനം. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നടത്തുകയാണോ അതോ ആരാ പഠിപ്പിക്കണ? സോപാനം ഉണ്ണികൃഷ്ണൻ. എങ്ങനെയാ ഇപ്പോ കച്ചേരിയൊക്കെ ആവാറായി? എത്ര നാളെ പഠിക്കാൻ തുടങ്ങിയിട്ട്? 9 വർഷം. 9 വർഷമായി. അരങ്ങേറ്റം കഴിഞ്ഞോ? അത് ശരി. കച്ചേരി നടത്താറുണ്ടോ? ഇല്ല, ഗുരുവായൂര് അമ്പലത്തിൽ പാടാറൊക്കെ പോകാറുണ്ട്. അരങ്ങേറ്റം നടത്തിയിട്ടുണ്ടോ? പിന്നെന്താ, ഞാൻ മാത്രമേ ഉള്ളൂ അരങ്ങേറാത്തത്. സാരി, നമുക്ക് ഒരു ദിവസം പോയിട്ട് അരങ്ങേറാം. അപ്പോ സ്കൂളിൽ ആരൊക്കെയാ നമ്മള് ഈ ഇൻസ്പിറേഷൻസ്? ആരെങ്കിലും ഒക്കെ നമ്മളെ സഹായിക്കാനും പാട്ട് സെലക്ട് ചെയ്യാനും ഇന്ന പാട്ട് പാടണം എന്ന് പറയാനും ഒക്കെ ആരെങ്കിലും കാണില്ലേ? എല്ലാവരും കൂടെ ഒരു ടീച്ചർ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ടീച്ചർ ഉണ്ടോ? ലക്ഷ്മി ടീച്ചർ മിസ്സാണ്. എന്റെ മാഷിന്റെ അടുത്ത് പഠിച്ചിരുന്നാണ് മിസ്. ഹിന്ദി ടീച്ചറാണ്. ഏറ്റവും ഏത് പാട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ എന്നെ അമ്മനെ സ്ഥിരം കോണ്ടാക്ട് ചെയ്യാറില്ല മിസ്സാണ്. എന്റെ മിസ് ഹിന്ദി സോങ്സ് മാത്രമാണോ സെലക്ട് ചെയ്ത് തരാറുള്ളൂ? അല്ല, മിസ്സിന് എല്ലാ സോങ്സും ഇഷ്ടമാണ്. മിസ്സാണ് ഇൻസ്പിറേഷൻ. പിന്നെ ഫ്രണ്ട്സും എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? പാട്ട് മോള് കേൾക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാ? ഹിന്ദിയാണോ മലയാളമാണോ തമിഴാണോ ഏറ്റവും കൂടുതൽ? മെലഡീസ് ആണ്. അതെ അതെ. ഇപ്പൊ സ്കൂളിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോ എങ്ങനെയാ മെലഡി സോങ്സ് ആണോ പാടുക? മെലഡീസ്. പിന്നെ അവര് പറയും ചിലവർക്ക് അടിപൊളിയായിരിക്കും ഇഷ്ടം, മാനുവൽ ഡേ ഒക്കെ വരുമ്പോ. അതെ, അന്നേരം മെലഡി ഒക്കെ മാറ്റി വെക്കും നമ്മൾ. എല്ലാ തരം പാടും, പാടാറുണ്ട്. ഒരു പാട്ടൂടെ പാടാം. നമുക്ക് ആരാ സെലക്ട് ചെയ്യാം? ആരാണ് പാട്ട് ചോദിക്കുന്നത്? നസീർ ആരാണ് മോളെ? ഞാൻ സ്ഥിരം റെക്കോർഡ് ചെയ്യാൻ പോണ സ്റ്റുഡിയോയിലത്തെ അങ്കിളാണ്. ഒക്കെ ചെയ്തു തരുന്നത്. എവിടേക്ക് പോകണ്ടെങ്കിലും കുറെ ഓഡിഷൻ സെന്ററിലേക്കൊക്കെ പോകുമ്പോ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് അയക്കാന്ന് പറഞ്ഞാൽ അങ്കിളുടെ അടുത്ത് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും എത്ര രാത്രി ആയാലും അങ്കിളത് ചെയ്തു തരും. നസീർ അങ്കിള്, നസീർ എത്ര പ്രായമുണ്ട്? ഇത്തിരി പ്രായമുണ്ടോ? അങ്കിളിന് അത്ര പ്രായമില്ല. അപ്പൊ നസീർന്ന് വിളിക്കാം. ഞങ്ങൾക്ക് ഈ ഫോണിൽ സംസാരിക്കുമ്പോ വേറൊരു പ്രശ്നമുണ്ട്. ഇത് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ പ്രായം എന്താണെന്നൊരു പ്രശ്നമുണ്ട്. നമ്മള് അങ്കിളേന്ന് വിളിക്കേണ്ടവരെ കയറി നസീർന്ന് വിളിച്ചാൽ പ്രശ്നമാണ്, നസീറെന്ന് വിളിക്കേണ്ട കയറി അങ്കിളേന്ന് വിളിച്ചാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവുകയാണ്. അപ്പം പ്രേക്ഷകരായിട്ട് ഒരിക്കൽ കൂടി പറയാ, ഞങ്ങൾ ഈ വിളിക്കുന്നത് ഈ അങ്കിളോ ചേട്ടനോ എന്ന് വിളിക്കുന്ന അത് പ്രായ കൂടുതൽ എന്നാ എന്തിനാ അങ്കിളെന്ന് വിളിച്ചൊന്നും ആലോചിക്കരുത്. ചിലപ്പോൾ ഇവര് പറയുന്ന പേരിലെങ്കിൽ ഞങ്ങളെ വിളിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നസീർ ലൈനിലുണ്ടെന്ന് നമുക്ക് സംസാരിക്കാം. ബദാം ലേഹ്യം പാട്ടിന്റെ തീരത്തിലേക്ക് സ്വാഗതം നസീറേട്ടാ. ഏട്ടന് എത്രയും വേണ്ടപ്പെട്ട ഒരാള് നമ്മുടെ കൂടെ ഉണ്ട്, മാളവിക. അപ്പൊ മാളവിക നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി തന്നു. ഇനിയിപ്പോ ഒരു പാട്ട് കൂടി പാടണം. അപ്പൊ ഞങ്ങള് ലോട്ടറി എടുത്ത പേര് നസീറേട്ടന്റെ ആണ്. അപ്പൊ ഏട്ടന് ഇഷ്ടമുള്ളൊരു പാട്ട് സെലക്ട് ചെയ്യാം. എനിക്ക് ഞാൻ മാളവിക പാടി കേട്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തെക്കിടി എന്ന് പറയുന്ന സിനിമയിലെ വിൻമീൻ എന്ന് പറയുന്ന പാട്ടാണ്. മാളവിക പറഞ്ഞു ഒരുപാട് സപ്പോർട്ടീവ് ആണ്, ഏത് രാത്രി വേണമെങ്കിലും വിളിച്ച് ഒരു പാട്ട് പാടണമെങ്കിൽ അങ്കിള് വന്ന് അത് എടുത്തു തരും, സഹായിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് സ്റ്റുഡിയോയുടെ പേരെന്താണ്? മാക്സ് മീഡിയ. അപ്പോ നന്നായിരിക്കട്ടെ, ഓൾ ദി ബെസ്റ്റ്. ഇതിനി മാളവിയെ പ്രോത്സാഹിപ്പിക്കുക ഇനി മേലിലും. ഓക്കെ, സംസാരിക്കാൻ പറ്റിയ വളരെ സന്തോഷം. ഓക്കെ, നമ്മളെ പാട്ട് പാടാം. എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും അങ്ങനെ ആ പാട്ട് സെലക്ട് ആവാ എങ്ങനെ? വളരെ പാട്ട് കേട്ടിട്ടുണ്ടോ? മോള് പാടുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? അത് വളരെ റെയർ ആയിട്ടുള്ളൊരു സെലക്ഷനാണ്. പുതിയ ഫിലിമാന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ കേട്ടിട്ടില്ല, വലുതായിട്ട് കേട്ടിട്ടില്ലെങ്കിലും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് മ്യൂസിക് ഡയറക്ടർ അറിയാം, നിവാസ് കെ പ്രസന്ന മ്യൂസിക് ഡയറക്ടർ. പാടിയത് ഡ്യുവറ്റ് ആണ്, അത് അല്ലേ? ഡ്യുവറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ടാണ്, എന്തായാലും നല്ലൊരു മെലഡിയാ അല്ലേ? നമ്മൾ റെഡിയാണല്ലോ പാടാൻ? ഓക്കെ, നമുക്ക് പാട്ടിലേക്ക് എടുക്കാം.
എന്തായാലും നല്ല പാട്ടായിരുന്നു. എനിക്കൊന്ന് നല്ല ഒരു റൊമാൻറ്റിക് അതെ അതെ നല്ല പാട്ടാ, നല്ല പാട്ട് തന്നെ. ഇനിയിപ്പോ നമുക്ക് ശ്രദ്ധിക്കാം. അതെ, ഇനി ശ്രദ്ധിക്കും. ഇനി ഈ പാട്ടിന്റെ രീതിയിൽ തരുന്നുണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ കേൾക്കാത്ത കുറെ പാട്ടുകൾ ചിലപ്പോ പാട്ടുകാര് സെലക്ട് ചെയ്യുന്ന പാട്ടെന്നൊക്കെ പറയുന്നത് ഞാൻ ചിലപ്പോൾ കേട്ടുപോലും കേട്ടാത്ത പാട്ടാണ്. നല്ല പാട്ടായിട്ടോ മോളെ, നന്നായിട്ട് പാടി. എന്തായാലും അങ്കിൾ അത് കേട്ടിരിക്കുന്നോണ്ടാണ് മോളോട് സജസ്റ്റ് ചെയ്തത് പാടാൻ അല്ലേ. നന്നായിട്ടുണ്ട്. വീട്ടില് പാടുന്ന അമ്മ അച്ഛനൊക്കെ പാടാറുണ്ടോ? അമ്മ പാടാറുണ്ട്. അമ്മ പഠിപ്പിക്കും അങ്ങനെ ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ പാടാറുണ്ട് അല്ലേ. അപ്പൊ അമ്മയ്ക്ക് മോളോടൊക്കെ സ്റ്റേജിലൊക്കെ പ്രോഗ്രാമിൽ പോകാലോ. അമ്മ വരില്ല. എങ്ങനെ മോളെ പ്രോഗ്രാമിനൊക്കെ കൊണ്ടുവന്നത്? അമ്മ പാട്ട് സെലക്ട് ചെയ്ത് തരുന്നതൊക്കെ അമ്മയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മമാരാകുമ്പോ കുറച്ചൊക്കെ കൺട്രോൾ ഉണ്ടോ? ഇങ്ങനെ ഇപ്പൊ തണുത്തതൊക്കെ അങ്ങനെ നോക്കാറൊക്കെ ഉണ്ടോ? വരെ തണുത്തതൊന്നും കഴിപ്പിച്ചിട്ടില്ല. അത് കഴിഞ്ഞാ കഴിപ്പിക്കില്ലേ? പാടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ സ്കൂളിലെ കോമ്പറ്റീഷൻ അല്ലാതെ സ്റ്റേജിൽ പാടിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന ഗാനമേള പോലുള്ള ചെറിയ പ്രോഗ്രാംസ് ഒക്കെ പാടാറുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത പാട്ട് കേൾക്കാൻ ആയിക്കോളൂ. അപ്പൊ ആരാ നമുക്ക് നോക്കാം. ആള് ഇത് പാട്ടാണ് സജസ്റ്റ് ചെയ്യണേ, നമുക്ക് നോക്കാം. ലത ആരാണ് മോളെ? ലത എൻ്റെ വീടിൻ്റെ അയൽവാസിയാണ്. ആൻറ്റി അതെങ്ങനെ എല്ലാ എവിടെ പോണെങ്കിലും ഒക്കത്തിനും നല്ല സഹായമാണ്. എപ്പോഴായാലും വിളിച്ചാലും ഭയങ്കര കെയറിങ് ആണ്. അടുത്താണെങ്കിലും കുറെ പാട്ടുകൾ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെ ടെലിവിഷനിൽ പാടില്ല, കേൾക്കാൻ ഇഷ്ടമാണ്. ഒരുപാട് സപ്പോർട്ടീവാണ്. പാട്ടും സെലക്ട് ചെയ്ത് തരാറുണ്ട്. പാട്ട് ഇപ്പൊ ഈ ഇങ്ങനൊരു പ്രോഗ്രാമിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം ആൾക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയ ആള് കുറെ കൺഗ്രാറ്റ്സ് ഒക്കെ അറിയിച്ചു. അപ്പോൾ നല്ല സപ്പോർട്ടീവ് ആണ് ആന്റി അല്ലേ? ആന്റി എന്നാണ് വിളിക്കുന്നത്, ലത ആന്റി. ഓക്കെ, എനിക്ക് മളയുടെ സംസാരം കേൾക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. തൃശ്ശൂർ ഭാഷയല്ല, മറ്റേ കൊടുങ്ങല്ലൂർ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ഭാഷയാണ് അല്ലേ? തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വല്ലതും കൊടുങ്ങല്ലൂർ ഒരു സ്ലാങ് ഉണ്ട് അല്ലേ? ഈ ഒരു നല്ല നല്ല എന്താ, എനിക്ക് തൃശ്ശൂർ ഭാഷ ഇഷ്ടമാണ്. തൃശ്ശൂരുകാരിയാണ്, പക്ഷെ കാര്യമൊന്നുമില്ല കേട്ടോ. തൃശ്ശൂർ ഭാഷ അറിയോ? എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് തൃശ്ശൂർക്കാരിയാണോ? ഇങ്ങനെയാണോ തൃശ്ശൂർക്കാർക്ക് സംസാരിക്കുന്നത്? ഇത് കറക്റ്റ് എറണാകുളം ഭാഷയാ. എറണാകുളത്താണല്ലോ ഞാനിപ്പോ, അതുകൊണ്ടാണ് ഇത് നല്ല രസമായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു സംസാരിക്കുന്ന രീതി. അത് നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്താണ് യൂസേജ് ആണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടു സംസാരിക്കുന്ന വളരെ സംസാരിക്കുന്ന രീതി. എന്തായാലും നമുക്ക് ലത ആന്റി നമുക്ക് ലൈൻ ഉണ്ട്, നമുക്ക് സംസാരിക്കാം. നമസ്കാരം, ബദാം ലേഹ്യം പാട്ടിന്റെ തീരത്തിലേക്ക് സ്വാഗതം. ലത ചേച്ചിയാണോ? അതെ അതെ. അപ്പൊ ഞങ്ങളുടെ കൂടെ മാളവിക ഇരിപ്പുണ്ട്. മാളവിക തൊട്ടയലത്തെ വീട്ടിലാണെന്ന് പറഞ്ഞു. അയലത്തെ വീടല്ലേ? അപ്പോ അതെ അതെ, ഒത്തിരി സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞു ലത ആന്റി. എന്നിട്ട് കുറെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യും, പാട്ടൊക്കെ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ദൗത്യം ഒരു പാട്ട് പാടിക്കുക. ഏത് പാട്ട് പറയാം? നമുക്ക് ഏത് പാട്ട് മോളെ കൊണ്ട് പാടിക്കാം എന്നാണ് ചോദ്യം. അടിപൊളി പാട്ടാണല്ലോ, ഡാൻസ് ഒക്കെ ഉള്ള പാട്ടല്ലേ? അറിയാമല്ലോ. ആണോ? ഓക്കെ, നമുക്ക് എന്തായാലും പാടിക്കാം. ഇനിയിപ്പോ നിങ്ങൾ മാത്രം കേൾക്കണ്ട, നാട്ടുകാർ മുഴുവൻ കേൾക്കട്ടെ, കേരളത്തിലെ ആൾക്കാർ മുഴുവൻ കേൾക്കട്ടെ എന്റെ മളയെ പാടുന്നത്. ആയിക്കോട്ടെ, താങ്ക് യു വെരി മച്ച്. സംസാരിച്ച വളരെ സന്തോഷം. മോള് നല്ലൊരു പാട്ടാ. അന്ന് വിദ്യാസാഗർ സാറിന്റെ വളരെ ഫാസ്റ്റ് ബീറ്റുള്ള, ഇപ്പോഴും സ്റ്റേജിലൊക്കെ പാടാറുണ്ട്, ഡാൻസിലും സ്റ്റേജിലൊക്കെ പാടാറൊക്കെ ഉണ്ട്. ചിത്രേശിയും സുരേഷിനോട് ഒരുമിച്ച് പാടിയ പാട്ടാണ് അല്ലേ? തമിഴും തെലുങ്കും ഹിന്ദിയൊക്കെ ഇറങ്ങിയെന്നു ആ ഫിലിം പാട്ട് അല്ലേ? ഞാൻ പക്ഷെ സിനിമ കണ്ടില്ല. സിനിമ കണ്ടായിരുന്നു? അത് ത്രില്ലർ ആയിരുന്നു പ്രിയദർശൻ സാറിന്റെ സിനിമ. പക്ഷെ അത് സിനിമ ഞാൻ കണ്ടില്ല. പക്ഷെ കുറച്ച് പോർഷൻ എപ്പോഴോ ടി വി എന്നപ്പോൾ കണ്ടിട്ടുണ്ട്. എന്തായാലും വിദ്യാസാഗർ സാറിന്റെ സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികൾ, നല്ല പാട്ടാണ്. അപ്പോൾ രണ്ടുപേരുടെ പാടുന്നത് എല്ലാം ഡ്യുവറ്റ് ആണ് പാടുന്നത്. ആദ്യം പാടി സമൂഹം ഒറ്റയ്ക്ക് പാടുന്നത്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. എന്താ
അടിപൊളി ഒരു പാട്ട് പാടി. അടിപൊളിയായിട്ട് പാടി. അതെ, അടിപൊളിയായിട്ട് പാടി. പക്ഷേ ഈ എല്ലാ പാട്ടിനും ഒരേ എക്സ്പ്രഷനാണ് മാളവികയ്ക്ക്. ഇവിടെ ഒരാള് പാടുന്ന സമയത്ത് എന്തായിരുന്നു എന്നറിയോ, ഷൂട്ടുള്ളാണല്ലേ ഇവിടെ നിന്ന് ഡാൻസ് കളിച്ചല്ലേ. അതെ, പക്ഷെ പാടുന്ന ഒരു വികാരവും ഇല്ല, നേരെ എന്നിട്ട് പാടിയിട്ട് പോയിരുന്നു. എങ്ങനെ സ്കൂളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ? അടിപൊളി പാട്ടൊക്കെ പാടുമ്പോ ഇങ്ങനെ ഒരു സൈഡിൽ മാറി നിന്ന്? അങ്ങനെയല്ല, ഗാനമേളയ്ക്ക് പോകുമ്പോ പിന്നെ ചെയ്യേണ്ടി വരും. ആൾക്കാർ പിന്നെ അങ്ങനെ ഇതില്ല, അതാണ് മോള് അങ്ങനെ ചാൻസ് ഇല്ല അല്ലേ? അങ്ങനെയല്ല. ഓക്കെ, നന്നായിട്ട് പാടി കേട്ടോ. പാടിയിട്ടുണ്ടോ പവിത്ര? ഈ പാട്ട് പാടി നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഇത് ലൈവ് ഒക്കെ പാടുമ്പോ ഭയങ്കര പ്രയാസം, കാരണം രണ്ടുപേരും പാടുന്നതല്ലേ. ഇത് പാടിയ സോങ്സ് ഒക്കെ ഡുവറ്റ് ആയിട്ടാണ് പാടിയിരിക്കുന്നത്. ചേച്ചി മിനിമം 4 പേരുടെ പാട്ട് ഒരുമിച്ച് പാടത്തുള്ളൂ, 2 പേരും. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വീട്ടില് അച്ഛൻ എവിടെയാ? ഗൾഫിൽ, അബുദാബിയിലാണ്. അബുദാബിയിലാണ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? അച്ഛൻ ഇങ്ങനെ പാട്ടൊക്കെ എങ്ങനെ കേൾക്കുക? അച്ഛനെ പാട്ട് പാടി കേൾപ്പിക്കാനായിട്ട് ഇപ്പൊ വാട്സപ്പ് ഒക്കെ ഉണ്ടല്ലോ, പാട്ട് പാടി അച്ഛന് വാട്സപ്പ് ചെയ്ത് കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ പണ്ട് വെക്കാറുണ്ട്. പണ്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ എന്ത് പ്രയാസമായിരുന്നു, ലെറ്റർ ഒക്കെ എഴുതി പാടും എന്ന്. ഓക്കെ, പാടുമായിരിക്കും മോള് അല്ലേ? ഇപ്പൊ ഒന്നും വേണ്ട, അപ്പൊ തന്നെ മാളു എന്നല്ലേ വീട്ടിൽ വിളിക്കുന്നത്? എനിക്കറിയാം, മാളു എന്നായിരിക്കും. മാളവിയെ എല്ലാം മാളു വീട്ടിൽ വിളിക്കാറുള്ളൂ. അതെനിക്ക് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, അപ്പോഴേക്കും വിളിച്ചേട്ടൻ പറഞ്ഞു. അപ്പൊ വാട്സപ്പ് ചെയ്യുക, അപ്പോഴങ്ങോട്ട് റെക്കോർഡ് ചെയ്യുക, വാട്സപ്പ് ചെയ്ത് കൊടുക്കുക അച്ഛന് അല്ലേ? അപ്പൊ അച്ഛനോട് പറഞ്ഞിരുന്നു അങ്ങനെ ഇവിടെ കേരള വിഷനിൽ പറഞ്ഞിരുന്നു. അപ്പൊ അച്ഛൻ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നോ? ഹിന്ദി പാട്ട് പാടുമ്പോ ലിറിക്സ് ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ. അവിടെ ഗൾഫിലുള്ളവർക്ക് ഹിന്ദി നന്നായിട്ട് അറിയുന്നുണ്ട്, അവർക്ക് അറിയാം തെറ്റാണെന്നുണ്ടെങ്കിൽ. അച്ഛനും കാണാൻ പറ്റും കേട്ടോ, ഓൺലൈൻ കാണാൻ പറ്റും. www.keralavisiononline.in കാണാൻ പറ്റും. വെബ് ടെലികാസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. എന്റെ ഊഴാണ് അല്ല ബിൻചേട്ടന്റെ ഊഴല്ലേ? ഇതിപ്പോ ആര് ഊഴായാലും പാടിക്കണം. എന്തായാലും നമ്മൾ അത് നോക്കിയിട്ടല്ലേ പോകുന്നത്. അത്രേ ഉള്ളൂ. നന്ദകുമാർ ആരാ മോളെ? നന്ദകുമാർ എന്റെ മാഷാണ്, കവിതകളൊക്കെ പഠിപ്പിച്ചിരുന്ന മാഷാണ്. സ്കൂളിലാണോ? സ്കൂളിലല്ല, എന്റെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്ന മാഷിന്റെ അടുത്ത സുഹൃത്തുണ്ട്. രജിസ്ട്രേഷൻസ് മാത്രം പറഞ്ഞിരുന്നു. പ്രസംഗത്തിലും ആള് മുമ്പിലാണ് നന്ദമാഷ്. മോള് പ്രസംഗിക്കോ? അതില്ല, ഞാൻ അത്ര കാര്യമില്ല. പേടിച്ചു പോയി. പാട്ട് പാടാൻ വന്നിട്ട് പ്രസംഗിക്കാനും പറയുമോന്ന് പേടിച്ചു പോയി. ഇല്ലേ ഇല്ല. നമുക്ക് സാറിനോട് സംസാരിക്കാം. നമസ്കാരം, ബദാം ലേഹ്യം പാട്ടിന്റെ തീരത്തിലേക്ക് സ്വാഗതം സർ. ഹലോ, നന്ദകുമാർ സാറല്ലേ? നന്ദകുമാറാണ്. നന്ദകുമാർ. അതെ, നന്ദകുമാർ സാർ, സാറിന്റെ ഒരു സ്റ്റുഡന്റ് നമ്മുടെ കൂടെ ഉണ്ട്, മാളവിക. മാളവിക ആക്ച്വലി എന്റെ സ്റ്റുഡന്റ് അല്ല, ഞാൻ എന്റെ സ്റ്റുഡന്റ് അല്ല, ഞാൻ എന്റെ ഒരു ഗാനമേള ടീമുണ്ടേ, അതിന് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയാണ് മാളവിക. പറഞ്ഞില്ലല്ലോ പാള്. കവിതകളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് സാർ ഒത്തിരി മാളവിയെ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്കൊരു പാട്ട് പാടിക്കണം മാളവിയെ കൊണ്ട്. അപ്പൊ സാർ ഏതാണ് പാട്ട് സജസ്റ്റ് ചെയ്യുന്നത്? ഒരു പാട്ട് നമുക്ക് സാറ് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പാട്ടാണ് പാടിക്കാം. ഏത് പാട്ടാണ് പറയുന്നത്? ഞാന് മാളവികയുടെ ഞാൻ കണ്ടെടുത്തോളം ഒരു ടാലന്റ് വെച്ച് ആ കുട്ടിക്ക് ക്ലാസിക്കൽ സെമി ക്ലാസിക്കലൊക്കെ നന്നായിട്ട് വഴങ്ങും. ഓക്കെ, അതുകൊണ്ട് ആക്ച്വലി ഞാനൊരു പഴയ പാട്ടിന്റെ ആരാധകനാണ്. പക്ഷെ മാളവികയുടെ ആ ഒരു ടാലന്റ് അതൊന്ന് കാണിക്കാനായിട്ട് ഞാനിപ്പോ ഒന്ന് പ്രപ്പോസ് ചെയ്യുന്ന ഒരു പാട്ട്, മിസ്റ്റർ ഫ്രോഡ്, മോഹൻലാലിന്റെ മിസ്റ്റർ ഫ്രോഡ് എന്ന് പറഞ്ഞ സിനിമയിലെ സദാപാലയ. അറിയാം, അതൊരു കീർത്തനത്തിന്റെ സുഖമുള്ള. അതെ 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 അതെ. അപ്പൊ നമുക്ക് ഈ പാട്ട് പാടിക്കാം. നല്ലൊരു ഒരു ചേഞ്ച് ഉള്ള സെലക്ഷനുമാണ്. മോള് പാടിയല്ല. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും താങ്ക് യു സാർ, സംസാരിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ഓക്കെ ഓക്കെ. ഒരു കീർത്തനം തന്നെയാ, കീർത്തനം തന്നെ. ഗോപി സുന്ദർ ഓർക്കസ്ട്രേഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? പാടിയിരിക്കുന്നത് സിതാര, എല്ലാം ഡ്യൂറ്റ്. ആദ്യമായിട്ടായിരിക്കും പാട്ടിന്റെ തീരത്തിൽ വന്നിട്ട് എല്ലാം ഡ്യൂറ്റ് പാടിയിട്ട് പോകുന്ന ഒരാള് അല്ലേ? അതും പ്രായം കൂടെ കുറച്ചുകൂടെ പ്രായം കഴിഞ്ഞ് 4, 5 ഇതുപോലെ 5, 6 ഞാൻ പാടാം. അങ്ങനെ ഒരു പാട്ട് വരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
ഓൾറെഡി ആണല്ലോ പാടാനായിട്ട്. നല്ല പാട്ടാ, നല്ല സെലക്ഷനാണ്. സാറ് പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മോളുടെ വോയിസിന് കൾച്ചർ ചെയ്തിരിക്കുന്നത് ഒരു ക്ലാസിക്കൽ ഒത്തിരി പഠിച്ചുകൊണ്ടായിരിക്കാം, 9 വർഷമായിട്ട് ക്ലാസിക്കൽ പഠിച്ചുകൊണ്ടായിരിക്കാം. അപ്പോൾ ലൈറ്റ് മ്യൂസിക് വരുമ്പോഴും അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ സാറുമാർ പറഞ്ഞു തരും. ലൈറ്റ് പാടുമ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ. ഞാനൊരു പറഞ്ഞു തന്നോ പഠിപ്പിക്കുമെന്നോ അല്ല, എങ്കിലും കേട്ടോ, മെലഡി പാടുമ്പോൾ മെലഡിയായിട്ട് തന്നെ പാടാൻ ശ്രമിക്കണം. പലതും മോശമെന്നല്ല പറയണത്. നമ്മൾ സംഗതികളും എല്ലാം ക്ലീൻ ആയിരിക്കും, കുറച്ചുകൂടെ കൂടുതൽ പാടാൻ പറ്റും. ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ എന്തായാലും ഇതിപ്പോ മോളുടെ സ്ട്രോങ് പോയിന്റാ, ക്ലാസിക്കൽ സിംഗിങ്. പാടാമല്ലോ. ഓക്കെ.
എന്തായാലും നമ്മളെ നന്നായിട്ട് പാടിയിട്ടോ. എനിക്ക് തോന്നുന്നു ആ 9 വർഷത്തെ ആ ക്ലാസിക്കലിന്റെ ആ ഒരു ഇത് പാട്ടിലുണ്ട്. അപ്പൊ എന്തായാലും സാറ് നല്ല അറിഞ്ഞിട്ട് തന്നെ ആ പാട്ട് സെലക്ട് ചെയ്ത് തന്നു. അതെ. നമുക്ക് എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ പറ്റും. സാധാരണ പാടി കേൾക്കുന്ന പാട്ടുകളല്ല പാടുന്നത്, സാധാരണ സ്ഥിരം പാടുന്ന പാട്ടുകളൊന്നും ഒരു വ്യത്യാസവും ഇല്ല. എന്താ പറഞ്ഞാൽ എന്തായാലും നമുക്ക് പാട്ട് പാടി തന്നല്ലേ, നമുക്കൊരു കേരള വിഷന്റെ ഒരു ഉപഹാരമുണ്ട്. ഞാനാണ് കേട്ടോ തരുന്നത്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഇത് ഞാനാ തരുന്നത്, ഞങ്ങളാ തരുന്നത്, ഞാനല്ല, ഒറ്റയ്ക്കല്ല. അപ്പോ ഇനിയും പഠിക്കുക, നന്നായിട്ട് പാടുക, കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കുക. ഓക്കെ. അപ്പോ കേട്ടല്ലോ, ഇതുപോലെ പാടാൻ കഴിവുള്ള ഒത്തിരി പേരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കെല്ലാം അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ട്രാക്കിൽ പാടിയ 2 ഫിലിം സോങ് നമുക്ക് അയച്ചു തരിക. അതോടൊപ്പം തന്നെ ബയോഡാറ്റ, ഫോട്ടോ, ഫോൺ നമ്പർ, ഇതൊന്നും മറക്കാൻ പാടില്ല അല്ലേ? നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ബദാം ലേഹ്യം, പാട്ടിന്റെ തീരം, കേരള വിഷൻ, കടവന്ത്ര, കൊച്ചിൻ 20. അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ് kvtheeram@gmail.com. അപ്പോ ബിൻചേട്ടൻ നമുക്കൊരു ഫൈനൽ സോങ് ഉണ്ട് കേട്ടോ, റിക്വസ്റ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ റിക്വസ്റ്റ് കണ്ടാലോ? അതെ. എൻ്റെ പേര് അനു, ഞാൻ കൊച്ചിയിലാണ്. എനിക്ക് വാതിൽപ്പഴുതിലൂടെ എന്ന പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അറിയാമോ? എനിക്കറിയാം ചോദിക്കാൻ പോകുന്നതാണെന്ന്. ഈ പാട്ട് അറിയാത്ത പാട്ടുകാർ വളരെ കുറവാണ് പക്ഷേ അല്ലേ? നമുക്ക് പാടാം, ആ പാട്ടിലേക്ക് പോകാം.
കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. അപ്പോ നന്നായി പാടി. ഒരു ബുദ്ധിമുട്ട് സമ്മതിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്കും ഇതുപോലെ പാട്ട് റിക്വസ്റ്റ് ചെയ്യാം. അറിയിക്കേണ്ട നമ്പർ, വാട്സ്ആപ്പ് നമ്പർ 9746328382. അപ്പോൾ നമുക്ക് മാളവിയുടെ പാട്ട് കേട്ട് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വലിയ പാട്ടുകാരിയുമായി കാണാം, അല്ലെ പാട്ടുകാരനുമായിട്ട് കാണാം. Sponsored by സിന്ധു ഫാർമസി ബദാം ലേഹ്യം, ആരോഗ്യമുള്ള ജീവിതത്തിന് ആയുർവേദത്തിന്റെ പരിരക്ഷ. Co-sponsored by മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല.